ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലത്തുകരം നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. വിവാഹമോചനം. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. വ്യഭിചാരം ചെയ്യരുത്. ഈശോ പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അവളെ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഉപേക്ഷാപത്രം കൊടുക്കണം. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ മാധ്യമങ്ങൾ മുഖേന ഒക്കെ കാണുന്നതാണ് സ്ത്രീകളുടെ പീഡനം. വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസത്തിൻ്റെ കുറവ് എന്ന് തന്നെ പറയാം. വിശ്വാസം, ജീവിതം വിശുദ്ധ ബൈബിൾ അനുസരിച്ച്, ഈശോയുടെ തിരുവചനങ്ങൾ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നീ ഏത് അവയവങ്ങൾ കൊണ്ടാണോ നീ പാപം ചെയ്യുന്നത്, അത് ആ അവയവം വെട്ടിയെറിയുക. മനുഷ്യൻ്റെ ശരീരം മുഴുവനാൽ നരകത്തിൽ പാപത്തിനിരയാക്കുന്നതിനേക്കാൾ ഭേദം ഏതു ഭാഗം കൊണ്ടാണോ നീ പാപം ചെയ്യുന്നത് ആ അവയവം വെട്ടിയെറിയുന്നതല്ലേ നല്ലത്. ശരീരം മുഴുവൻ നരകത്തിലേക്ക്, നരാഗ്നിയിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ശരീരത്തിൽ ഏത് ഭാഗമാണോ, കൈയാണെങ്കിൽ കൈ, കണ്ണാണെങ്കിൽ കണ്ണ്, അത് ചുഴിഞ്ഞ് എറിയുന്നതല്ലേ നല്ലതെന്ന് യേശു വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വാസ ജീവിതം, യേശുവിൻ്റെ വചനം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.